വേഗത്തിൽ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു മെസ്സേജ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും എന്നുള്ളത്. ആ തിരുവചനം തന്നെയാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. നെഹമ്യാവിൻ്റെ പുസ്തകം നമുക്ക് എല്ലാവർക്കും എടുക്കാം. എല്ലാവരും നെഹമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരാം. നെഹമ്യാവിൻ്റെ പ്രവചനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യം. കുഞ്ഞുങ്ങളെല്ലാം ആ വേദപുസ്തകം പറ്റുമെങ്കിൽ തുറന്ന് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ഒരുമിച്ച് നമുക്ക് ഒന്ന് ധ്യാനിക്കാം. ഒന്ന് വായിക്കാമോ ദൈവദാസനെ? മകനായ നെഹമ്യാവിന്റെ ചരിത്രം. 20-ാം ആണ്ടിൽ ക്ലിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജ്യത്തിൽ ഇരിക്കുമ്പോൾ എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്നും ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരുടെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ചോദിച്ചു. അതിനവർ എന്നോട്, പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയി ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. അടുത്തത്, യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. അടുത്തത്, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചു ഉപവസിച്ചുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്നാൽ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായി ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നുമിരിക്കണമേ. ഞാനും എന്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. ഇനി 9-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്നും കൂടി നോക്കി. 9-ന്റെ 3. പിന്നെ അവർ തങ്ങളുടെ നിലയിൽ തന്നെ എഴുന്നേറ്റ് നിന്നു. അന്ന് ഒരു യാമത്തോളം തങ്ങളുടെ ദൈവമായ യഹോവയുടെ ന്യായപ്രമാണ പുസ്തകം വായിച്ച് കേൾക്കുകയും പിന്നെ ഒരു യാമത്തോളം അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെ നമസ്കരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ വചനമാണ്. അതാണ് ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. ഇനി നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ആ തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഒരു മനുഷ്യനെ കുറിച്ചുള്ള ഒരു ചരിത്രം, ഒരു മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ഒരു മനുഷ്യനെ ദൈവം തൊടുന്ന, ദൈവം ഒരുക്കിയെടുക്കുന്ന ഒരു ചരിത്രമാണ് ഇന്ന് തുടങ്ങുന്നത്. ഏകദേശം BC 539 കാലഘട്ടങ്ങളിലെ ചരിത്രമാണ് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ ചരിത്രം. BC 539 കാലഘട്ടങ്ങളിലെ ചരിത്രം. നമുക്കറിയാം നെഹമ്യാവ് ആരായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നല്ലവണ്ണം അറിയാം. വിശുദ്ധ പുസ്തകത്തിനകത്ത് മോശയെ നമ്മൾ നല്ല ലീഡർഷിപ്പിനെ കുറിച്ച് പഠിക്കാറുണ്ട്. അതിനോട് തത്തുല്യമായി നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു ദൈവ മനുഷ്യൻ കൂടിയാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. എങ്ങനെ ഒരു കോർഡിനേറ്റിംഗ് ചെയ്യാം, ചിതറിക്കിടക്കുന്നതിനെ പണിയാൻ എങ്ങനെ ഒരു മനുഷ്യന് കോർഡിനേറ്റ് ചെയ്ത് അവരെ ഒരുക്കിയെടുത്ത് പണിയാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നെഹമ്യാവ് എന്ന് പറയുന്നത്. എന്നാൽ നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിച്ചു വരുമ്പോൾ ഈ ഞാൻ പറഞ്ഞ ആ BCയുടെ കാലഘട്ടത്തിൽ യെരുശലേം ദൈവാലയം മറ്റേത് ആലയത്തേക്കാൾ മനോഹരവും ശക്തമായ ഒന്നായിരുന്നു. നമുക്കറിയാം, ഇസ്രയേലെന്നും യഹൂദയെന്നും 2ആയി തരം തിരിക്കുന്നത് 3 രാജാക്കന്മാരുടെ കാലഘട്ടം കഴിഞ്ഞാണ്. എന്ന് വെച്ചാൽ 3 രാജാക്കന്മാരാണ് ഇസ്രയേലിനെ ഒരു രാജ്യമായി ഭരിക്കാനിടയായത്. 1 ശൗല്, 2 ദാവീദ്, 3 സ്തോത്രം ശലോമോൻ അല്ലെങ്കിൽ ശലോമോന് ശേഷം രാജ്യം വിഭാഗിക്കപ്പെട്ടു. യഹൂദയും
യെരുശലേമും യൂദയും ഇസ്രയേലയും പിന്നെ രാജ്യഭരണം നടത്തിയത് ഒരുമിച്ചല്ലായിരുന്നു, രണ്ട് രാജ്യമായിട്ട്, രണ്ട് ഭാഗമായിട്ടാണ്. ശലോമോന്റെ മകനായ രെഹബിയാമിന്റെ ശേഷവും യൊരോബിയാമും ഒരേ പേരിന് അർത്ഥമുള്ള രണ്ടു പേരാണ് രാജ്യത്തെ ഡിവൈഡ് ചെയ്ത് രണ്ട് ഭരണകർത്താക്കളായത്. എന്നാൽ ശലോമോൻ യെരുശലേം ദൈവാലയം പണിയുമ്പോൾ നമുക്കറിയാം, പൊന്നും വെള്ളിയും വിലപിടിപ്പുള്ള വസ്തുക്കളെ കൊണ്ടുമെല്ലാം യെരുശലേം ദൈവാലയം ആ മനുഷ്യൻ പണിതു. അത് ഒരപ്പന്റെ ആഗ്രഹമാണ്. ഒരിക്കൽ ദാവീദിന്റെ അകത്തുണ്ടായ ഒരു കൊച്ചാഗ്രഹമാണ്, വനാന്തരത്തിൽ കിടന്ന എന്നെ ദൈവം ഈ കൊട്ടാര സമുച്ചയത്തിനകത്ത് കൊണ്ടുവന്നു. ഞാൻ പാർക്കുന്ന ഈ പാർപ്പിടം ദേവദാരും ചന്ദനമരം കൊണ്ടുള്ള ഇത്രയും മണിസൗധത്തിനകത്ത് ഞാൻ താമസിക്കുമ്പോൾ എന്നെ കൊണ്ടുവന്ന ദൈവത്തിന്റെ പെട്ടകം തിരശീലകൾക്കപ്പുറം കിടക്കുന്നു. അതുകൊണ്ട് ആ തിരശീലക്കപ്പുറം കിടക്കുന്ന ദൈവത്തിന്റെ പെട്ടകം വെക്കാൻ ഒരു ആലയം പണിയണം എന്നുള്ളൊരു ആഗ്രഹം തന്റെ അകത്തുണ്ടായി. ആ ആഗ്രഹം ഉണ്ടായതിനനുസരിച്ച് ദാവീദിനോട് ദൈവം പറയാണ്, ദാവീദേ, നിന്റെ കരം രക്തം പുരണ്ട കരമാണ്, ആ കരം കൊണ്ട് ഞാൻ ആലയം പണിയിപ്പിക്കത്തില്ല, പക്ഷേ നിന്റെ തലമുറയെ കൊണ്ട് ഞാൻ ആലയത്തിന് അടിസ്ഥാനമിടും. അങ്ങനെ ദൈവം ജ്ഞാനം കൊടുത്ത, അവൻ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശില്പയായ ഒരു മനുഷ്യനാണ് ശലോമോൻ എന്ന് പറയുന്നത്. ആ മനുഷ്യൻ വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ ആരും പണിയാത്തതുപോലെ, ഇന്ന് വരെ ആർക്കും പണിയാൻ കഴിയാത്തതുപോലെ മനോഹരമായിട്ട് യെരുശലേം ദൈവാലയമൊക്കെ പണിതു. ആമേൻ. എന്നാൽ കൂടെ കൂടെ യെരുശലേം ദൈവാലയം ആക്രമിച്ച് കീഴടക്കുന്ന ഒരു പതിവ് അയൽ രാജ്യങ്ങൾ കൊണ്ട്, കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ ബാബിലോണിയ ഭരിച്ച രാജാക്കന്മാര് തക്കം കിട്ടുമ്പോഴൊക്കെ യെരുശലേം അവർ ആക്രമിക്കുകയും അവർ ലക്ഷ്യം വെക്കുന്ന യെരുശലേം ദൈവാലയം അവർ കുപ്പക്കുന്നാക്കുകയും ചെയ്തു. എന്നാൽ AD 70 യെരുശലേം ദൈവാലയം എന്നേക്കുമായി തകർക്കപ്പെടുന്നതെങ്കിലും ബാബിലോണിയ രാജാക്കന്മാർ കൂടെ കൂടെ യെരുശലേം ദൈവാലയത്തെ ആക്രമിച്ചു കൊണ്ടിരുന്നു. ഒരു കാര്യം അവൻ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. ഒരിക്കല് ബെൽശസ്സർ എന്ന് പറയുന്ന രാജാവിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നെബൂഖദ്നേസർ രാജാവിന് ശേഷം ഒരു രാജാവ് അവൻ രാജ്യം ഭരിച്ചു ബാബിലോണില്. ആ ബെൽശസ്സർ രാജാവ് യെരുശലേം ദൈവാലയം കൊള്ളയടിച്ച് യെരുശലേം ദൈവാലയത്തിനകത്തിരിക്കുന്ന സ്വർണ്ണ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് 1000 മഹത്തുക്കൾക്ക് വിരുന്ന് കഴിച്ചു. VIP കഴിച്ചിട്ട് ആലയത്തിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന പാത്രത്തെ മദ്യം നിറച്ച് വെപ്പാട്ടികൾക്ക് കൊടുത്ത് കൊട്ടാരത്തിനകത്ത് അവർ ഡാൻസും കൂത്തുമൊക്കെയായി. ഇത് നടക്കുമ്പോഴാണ് കൈപ്പത്തി പോലെ അല്ലെങ്കിൽ ഒരു കൈ വന്ന് അവൻ ചുവരിൽ ഒരു എഴുത്തെഴുതി, അവൻ ദൈവം നിന്റെ രാജ്യത്വം തൂക്കി നോക്കി കുറവുള്ളവനെന്ന് കണ്ടിരിക്കുന്നു, ദൈവം നിന്റെ രാജ്യത്വം കീറിക്കളഞ്ഞിരിക്കുന്നു. ആമേൻ. എന്നാൽ ഇതിനുശേഷം യെരുശലേം ദൈവാലയം അവർ ഇടിച്ചു തകർത്തു. അവൻ യെരുശലേമിന്റെ ചുറ്റും, ആലയത്തിന് ചുറ്റും ഒരു വലിയ മതിലുണ്ട്, വളരെ വിശാലമായ മതിലാണ്. ആ മതിലുകൾക്ക് ചുറ്റും ഇതുപോലെ ഓരോ കതകുകൾ, വാതിലുകൾ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ വാതിലിന് നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഓരോ പേരുകളുണ്ട്. മീൻവാതിലെന്നുണ്ട്, കുതിരവാതിലെന്നുണ്ട്, നീർവാതിലെന്നുണ്ട്, അങ്ങനെ ഒരുപാട് പേരുകളിനാൽ അറിയപ്പെടുന്ന വാതിലുകൾ നെഹമ്യാവ് പണിയാനിടയായി തീർന്നു. എന്നാൽ അതൊന്നുമല്ല ചരിത്രം. അവൻ BCE 530 യെസ്രായും സെരുബാബേലിനെയും അവൻ ഒരു രാജാവ് മടക്കി യെരുശലേമിലേക്ക് വിട്ടു. ആരാണ് ആ രാജാവ് എന്നറിയണ്ടേ? സൈറസ് എന്ന് പറയുന്ന, കോരസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഉണർത്തിച്ചു. ജാതീയ രാജാവായ, പാർസിയുടെ രാജാവായ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടു. എന്താണ് ഇടപെട്ടത്? ഇടിഞ്ഞു കിടക്കുന്ന ആലയം പണിയാൻ ചിലരെ ഈ രാജ്യത്തെന്ന് ദൈവം അഴക്കം പറഞ്ഞു.
ആമേൻ. ഞാനൊരു ദൂത് നിങ്ങളോട് പറയണോ, ദൈവത്തിന്റെ പണി യഥാസമയം ചെയ്യാൻ ദൈവം ശക്തനാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരൊക്കെ ദൈവത്തിന്റെ പണിയിൽ നിന്ന് മാറാൻ നോക്കിയാലും, ആരൊക്കെ ദൈവത്തിന്റെ പണിയിൽ നിന്ന് വിട്ടുപോകാൻ നോക്കിയാലും, ദൈവം ശക്തനായതുകൊണ്ട്, അവൻ അത്ഭുതവാനായതുകൊണ്ട്, ദൈവത്തിന്റെ പണി ദൈവത്തിന്റെ സമയത്ത് ചെയ്യാൻ എന്റെ തമ്പുരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയാം ദൈവദാസന്മാരെ, ദൈവത്തിന്റെ പണി ദൈവത്തിന് ചെയ്തെടുക്കാൻ കൃത്യസമയം ദൈവത്തിനറിയാം. 1000 കരങ്ങൾ പിന്നിലേക്ക് വലിക്കപ്പെട്ടാലോ സമയമാകുമ്പോൾ അതിനെ പണിതെടുത്ത് ഉയർത്തുന്ന ഒരു ദൈവകരം ഇന്ന് പകൽ ഇതിന്റെ നടുവിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയെ നോക്കി ദൂത് പറയുന്നു. ആമേൻ. എന്നാൽ അവൻ യെസ്രായും സെരുബാബേലും ആമേൻ അവിടെ നിന്ന് വന്ന് യെരൂശലേമിൽ വന്ന് ആലയമൊക്കെ പണിതു. ആലയം പണിതു, ശ്രദ്ധിക്കണേ, ആലയം പണിതു. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു. ആലയം പണിതെങ്കിലും ആലയത്തിന് ചുറ്റുമുള്ള മതിൽ ആമേൻ അവർ പണിതില്ല. ആ മതിൽ ഇടിഞ്ഞു കിടന്നിരുന്നു, ആ മതിൽ പൊളിഞ്ഞു കിടന്നിരുന്നു, മതിൽ ആമേൻ കുപ്പക്കുന്നായി കിടന്നിരുന്നു. യെരൂശലേമിന് ചുറ്റുമുള്ള മതിലെല്ലാം ശത്രു സൈന്യം ഇടിച്ചു തകർത്തിരുന്നു. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? അവൻ ഒരു ദൂതൻ പറയാ, അകത്ത് ആരാധനയുണ്ട്, അകത്ത് കയ്യടിയുണ്ട്, അകത്ത് യാഗം നടക്കുന്നുണ്ട്, അകത്ത് ഹോമയാഗവും സൗരഭ്യയാഗവും നടക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ആലയത്തിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ ദൂത പറയാ, നിന്റെ കുടുംബത്തിനകത്ത് പാട്ടുണ്ട്, നിന്റെ കുടുംബത്തിനകത്ത് കയ്യടിയുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ ഒരു കാര്യം ദൈവം കാണുന്നു, നിന്റെ വീടിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, ഐക്യതയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, പ്രാർത്ഥനയുടെ മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്, ആത്മാവിന്റെ സാന്നിധ്യത്തിന് മതിൽ ഇടിഞ്ഞു കിടക്കുകയാണ്. ശത്രു കയറി വരാൻ ഇടയാകുന്നത് ആലയത്തിനകത്തെ ആരാധന മാത്രം പോരാ, മതിലുകൾ ഇന്ന് പകൽ കെട്ടപ്പെടട്ടെ. നിങ്ങൾ എന്നോടൊപ്പം വേഗത്തിൽ വരണം കേട്ടോ. ആലയം പണിത് കേട്ടോ, യാഗം നടക്കുന്നുണ്ട് കേട്ടോ, കാര്യങ്ങൾ തകർച്ചു നടക്കുന്നുണ്ട്. പക്ഷേ തമ്പുരാൻ ഒരു കാര്യം കണ്ടു, ആലയത്തിനകത്ത് ആരാധന നടക്കുമ്പോഴും മതിൽ സഹോദരങ്ങളെ, ഒരു ദൂത് വളരെ ശ്രദ്ധിക്ക്. കയ്യടി ഉണ്ടാകാം കേട്ടോ, പ്രാർത്ഥന ഉണ്ടാകാം, കുടുംബ പ്രാർത്ഥന ഉണ്ടാകാം. പക്ഷെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ വിശ്വാസത്തിന്റെയും ഐക്യതയുടെയും സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും വിശുദ്ധിയുടെയും മതിൽ ഇടിഞ്ഞു കിടക്കുന്നിടത്തോളം ഏത് ശത്രുവിനും നിങ്ങളുടെ അകത്ത് കയറാൻ കഴിയും. അതുകൊണ്ട് ദൈവസഭയെ നോക്കി, കുടുംബങ്ങളെ നോക്കി ആത്മാവ് പറയുന്നു, നീ എത്ര വലിയവനാണേലും, നീ എത്ര യോഗ്യനാണേലും ശത്രു കയറാതിരിപ്പാൻ നിന്റെ മതിലുകളെ ഇന്ന് പകൽ പണിയാൻ തയ്യാറാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയാമോ, ആമേൻ, സ്തോത്രം, വലിയ ദൈവദാസന്മാരെന്ന് അഭിമാനിക്കുന്നവരുടെ കുടുംബങ്ങൾ തകർന്നു കിടക്കുകയാണ്. വലിയ ഭക്തനെന്ന് നടിക്കുന്ന പലരുടെയും തലമുറകൾ MDMA-ക്കും കഞ്ചാവിനും വെറിക്കൂത്തിനും അടിമയാണ്. എന്തിന്? പ്രാർത്ഥനയുടെ ആമേൻ പുറം ചട്ടയിട്ട പലതിന്റെ തലമുറയും ജയിലകത്ത് അടക്കപ്പെട്ടിരിക്കുക. എന്താ സംഭവിച്ചത്? അവിടെ പ്രാർത്ഥന കുറവായതുകൊണ്ടല്ല, ഇടിഞ്ഞു കിടന്ന് മതിൽ പണിയാൻ അവർ തയ്യാറായില്ല. പക്ഷെ ഇന്ന് സൈന്യങ്ങളുടെ യഹോവ പറയുന്നു, ചില മതിലുകൾ പണിയുന്ന ദിവസമായി മാറട്ടെ, ചില മതിലുകൾ പണിയപ്പെടുന്ന ദിവസമാകട്ടെ. എത്ര പേര് ഇന്ന് പകൽ ആരാധിച്ചിട്ട് പറയൂ, എന്റെ കുടുംബത്തിനകത്ത് ഒരു ശത്രുവൻ കയറാതിരിപ്പാൻ, എന്റെ കൂടാരത്തിനകത്ത് ഒരു ശത്രുവൻ കയറാതിരിപ്പാൻ എന്റെ മതിൽ പണിയാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. റെഡിയായിക്കോ, റെഡിയായിക്കോ. ആമേ. ഇന്ന് പകൽ റെഡി ആയിക്കോ. ആമേ. ഞാൻ അങ്ങ് കയറി വരികയാ. എനിക്കറിയാം ഈ മെസ്സേജ് തീരുന്നതിന് മുൻപ് ഇതിനകത്തൊരു തീ കത്തും. ഈ മെസ്സേജ് കഴിയുന്നതിന് മുമ്പ് ഇതിനകത്തൊരു അഭിഷേകത്തിന് പകർച്ചയുണ്ടാകുക. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവയെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ആമേ, മതിൽ പൊളിക്കുന്നവനെ പാമ്പ് കടിക്കുമെന്നുള്ള ദൈവവചനം വളരെ ശക്തമായി പറയുന്നു. മതിൽ പൊളിക്കുന്ന വേലകൾ പണിയപ്പെടാൻ ഇന്ന് പകൽ തയ്യാറാകട്ടെ. പിതാവേ, നീ കണ്ടുപിടിക്കണം പൊളിഞ്ഞ സ്ഥലം. മാതാവേ, ആ പൊളിഞ്ഞു കിടക്കുന്ന ഇടം നീ കണ്ടുപിടിക്കണം. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. 2 ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂരുള്ള ഒരു വീട്ടിനകത്ത്
ആമേൻ. അലമാരക്കകത്ത്, ആ വീട്ടിലെ സഹോദരിയുടെ അലമാരക്കകത്ത് സാരി എടുക്കാൻ വേണ്ടി ആമേൻ അലമാര തുറന്നപ്പോൾ ഒരണലിപ്പാമ്പ് ആമേൻ താൻ ഊരി വെച്ചിരിക്കുന്ന സ്വർണത്തിന്റെയും പട്ടുസാരിയുടെയും അകത്ത് ചുറ്റിപ്പണഞ്ഞിരിക്കുന്നു. കണ്ട് ഭയപ്പെട്ടു. ആമേൻ അലറി വിളിച്ചു. പാമ്പ് പിടിക്കുന്നവർ വന്ന് അലമാര തുറന്ന്, ഗോദറേജിന്റെ അലമാര തുറന്ന് ആ പാമ്പിനെ വളരെ വിദഗ്ധമായി വെളിയിലെടുത്തു. പാമ്പ് പിടുത്തക്കാരൻ വന്നിട്ട് ചോദിച്ചു, ഇത് എവിടെന്ന് കയറി, ഇതെങ്ങനെയാ വന്നത്? നോക്കിയപ്പോൾ എന്നെ പറ്റിയെന്നറിയാമോ? അവിടെ ബെഡ്റൂമിന്റെ താഴെ ഒരു വശത്ത് ഒരു വലിയ ഹോളുണ്ട്. നിങ്ങൾ കണ്ടു കാണും. പണ്ടുള്ള വീടുകളൊക്കെ, ഇന്നത്തെ വീടല്ല, പണ്ട് ടൈലൊന്നും ഇടാതിരുന്ന ആമൻ റെഡ് ബോക്സ് ഇടയ്ക്ക് വെക്കുന്ന വീടുകൾക്ക് വീട് കഴുകുമ്പോൾ വെള്ളം പോകാൻ ഒരു ഓവ് വെക്കാറുണ്ട്. ആമേൻ. അതങ്ങ് വലുതായി. ആമേൻ. ആദ്യം കണ്ടപ്പോ വിചാരിച്ചു കുറച്ച് വലുതായെങ്കിൽ കുഴപ്പമില്ല, വെള്ളം നന്നായിട്ട് പോകുമല്ലോ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ അത് കുറച്ചുകൂടി വലുതായി. വീട്ടുകാരൻ പറഞ്ഞു, വെള്ളം ഒറ്റ ഒഴിക്കൽ ഒഴിച്ചാൽ മതി, എല്ലാം പൊക്കോളും. കുറച്ചുകൂടി ആ ദൂരം വലുതായി. ആരംഭം കണ്ടു, രണ്ടാമത് കണ്ടു, അതടക്കം തയ്യാറായില്ല. മൂന്നാമതും കണ്ടു, അതടക്കം തയ്യാറായില്ല. ദേ കുറെ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എത്ര വലിയ അണലിയും എത്ര വലിയ വിഷപ്പാമ്പും പുറത്തൊന്ന് അകത്ത് കയറി കുടിയിരിക്കാൻ അവൻ കേറാൻ ഒരു വഴിയായി മാറി. മനസ്സിലായില്ലല്ലേ? ചെറിയ ആമൻ വഴികൾ അടക്കാൻ നിങ്ങൾ തയ്യാറായാൽ വലിയ അനർത്ഥങ്ങൾ ഉണ്ടാവത്തില്ല. ദൂത മനസ്സിലായെങ്കിൽ ആമൻ പറ. ചെറിയ ദൂരങ്ങൾ എവിടെന്നാ കയറി വരുന്നത്? അവൻ ഏത് വഴിയാ കയറി വരുന്നത്? ഏത് ഭാഗത്തുനിന്നാ കയറി വരുന്നത്? ആ പിളർപ്പുകൾ ഇന്ന് പകൽ അടക്കാൻ തയ്യാറാകുക. ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ പറ. ഞാൻ വളരെ പരിശുദ്ധാത്മ നിറവിൽ പ്രവചിച്ചുകൊണ്ട് പറയുന്നു, ആമ ഇന്ന് മക തന്റെ ഇടത്തോടെ പറയണോ, എടാ അന്ധകാര വ്യാപാരമേ, എടാ പൈശാചിക മണ്ഡലമേ, എന്റെ കുടുംബത്തിനകത്തോ എന്റെ കൂടാരത്തിനകത്തോ ഞാൻ അറിയാതെ ഒരു ദ്വാരമുണ്ടായി, ഒരു പിളർപ്പുണ്ടായി, ഒരു ശത്രുവൻ കയറി വരാൻ ദൈവം അനുവദിക്കരുത്. ഇനി ഭാഗം ശ്രദ്ധിക്ക്. അകത്താരാധന, അകത്ത് അഭിഷേകം, അകത്ത് യാഗം. പക്ഷേ മതിൽ പൊളിഞ്ഞു കിടക്കുന്നു. യെസ്രായും സെരുബാബേലും പണിയൊക്കെ നന്നായി പണിതു. കേൾക്കണോ നിങ്ങൾക്ക്? 13 വർഷങ്ങൾ കഴിഞ്ഞു ആലയം പണി. യെസ്രായും സെരുബാബേലും പണിതിട്ട് 13 വർഷമായപ്പോ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചു. ഇടിഞ്ഞതിനെ പണിയാൻ. അവന്റെ പേര് നെഹമ്യാവ്. സ്തോത്രം. ഏതിടിഞ്ഞതിനെയും പണിയാൻ ദൈവം ഇന്ന് പകൽ ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. തകർന്നതിനെ പണിയാൻ ദൈവം ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. അവ തകർന്നു കിടക്കുന്നതിനെ, പൊളിഞ്ഞു കിടക്കുന്ന ചിലതിനെ, ഇല്ല നാവാവിഷമായി കിടക്കുന്ന ചിലതിനെ പണിതെടുക്കാൻ ഈ ഫോർട്ട് വെച്ച് ഡെലിവറൻസ് ചർച്ചിനകത്ത് ദൈവം ചിലര് ഇന്ന് പകൽ കാണുന്നുണ്ട്. ദൈവം ഒരുവനെ അന്വേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽ ദൂത പറയും, മക്കളെ അവൻ എനിക്കറിയാം ഇന്ന് വളരെ പ്രാർത്ഥിച്ച ഞാനിവിടെ നിൽക്കുന്നത്. ഈ മെസ്സേജിനിടയ്ക്ക് ഒരു കൈവച്ച് പ്രാർത്ഥിക്കാൻ എനിക്കൊരു നിയോഗം കിട്ടിയാൽ ഞാൻ ഇറങ്ങി കൈവെക്കും. നിന്റെ ശുശ്രൂഷ ഇന്ന് പകൽ ചരിത്രമാകും. ആത്മനിയോഗത്തോടെ പറയുക, ദൈവം ചിലതിനെ എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഇടിഞ്ഞതിനെ പണിയാൻ, തകർന്നു കിടക്കുന്നതിനെ പണിതെടുക്കാൻ, പൊളിഞ്ഞതിനെ പണിതെടുക്കാൻ, തകർന്നു പോയതിനെ പണിതുയർത്താൻ ഈ പകൽ ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. ഒരറ്റം മുതൽ മറ്റിയറ്റം വരെ ദൈവ സാന്നിധ്യം ഈ ആലയത്തിനകത്ത് വ്യാപരിക്കുന്നു. ദൈവ മഹത്വം ഇന്ന് പകൽ വ്യാപരിക്കുന്നു. എത്ര പേർ ദൈവത്തോട് പ്രതികരിച്ചിട്ട് പറയും, തമ്പുരാനെ ഞാൻ ഇന്ന് പകൽ ആ ദൈവ കൃപയോട്, ആ ദൈവ സാന്നിധ്യത്തോട്, ആ ദൈവ മഹത്വത്തോട് പണിതെടുക്കാൻ, ചിലതിനെ പൊക്കി പണിയാൻ, ഇടിഞ്ഞതിനെ പണിതെടുക്കാൻ, തകർന്നതിനെ പണിതെടുക്കാൻ ദൈവം ഇന്ന് മകൾ നിന്നെ ഉപയോഗിക്കട്ടെ. ദൈവം ഒരുവനെ അന്വേഷിക്കുന്നു. ആരുണ്ടത് പണിയാൻ? ആ പൊളിഞ്ഞതിനെ പണിയാൻ ദൈവം ഒരുവനെ അന്വേഷിച്ചു. ഒരുവനെ അന്വേഷിച്ചു.
പക്ഷെ ഞാനൊരു കാര്യം ഒന്ന് കയറ്റി പറഞ്ഞോട്ടെ, ക്ഷമിക്കണേ. യെരൂശലേം ദൈവാലയത്തിനകത്ത് നടുക്കട്ടും കെട്ടി പുരോഹിതന്റെ കുപ്പായവും ഇട്ട് തലയെ തൊപ്പിയും വെച്ച് യഹൂദന്റെ 12 ഗോത്രങ്ങളുടെ അടയാളമായ 12 കല്ലുകൾ തോളിൽ പേറി ആലയത്തിൽ നിൽക്കുന്ന ഒരൊറ്റ പുരോഹിതന്റെ മേൽ അവന്റെ കണ്ണു വീണില്ല. എന്ന് വെച്ച കേട്ടോ, പാരമ്പര്യം പറയുന്ന ഒരുവനെ ദൈവം എഴുന്നേൽപ്പിച്ചില്ല. അതില്ലാത്ത നിന്നെയാ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ബാണമെന്ന് പിടിച്ചോ. പാരമ്പര്യം പറയുന്ന പൗരോഹിത്യത്തിന് വേണ്ടി നിൽക്കുന്ന, പുരോഹിത വസ്ത്രം ധരിച്ച, പൗരോഹിത്യം തലയിൽ കൊണ്ട് നടക്കുന്ന, നടുക്കട്ടല്ല ഒരുത്തനെ ദൈവം എഴുന്നേൽപ്പിച്ചില്ല. നെഹമ്യാവേ, നിന്റെ മേലാണ് വിളി. ശബനരഗ സന്തലരഗദല എന്റെ സഹോദരന്മാർ, പുറകിലിരിക്കുന്ന മക്കളെ, ഇന്നത്തെ മെസ്സേജ് നിങ്ങളോടാ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് ആത്മാവനോട് പറയുന്നു, നടുക്കട്ടുള്ള പുരോഹിതൻ ആലയത്തിലുണ്ട്, മഹാപുരോഹിതന്മാർ ആലയത്തിലുണ്ട്, പതക്കം ധരിച്ചവരുണ്ട്. അവരെ ഒന്നും എടുക്കാതെ പൊളിഞ്ഞതിനെ പണിയാൻ കൊട്ടാരത്തിൽ നിന്നൊരു നെഹമ്യാവിനെ ദൈവം എടുത്തു. ഹല്ലേലൂയ. തമ്പുരാൻ ഒരാളെ വേണം, ഒരാളെ വേണം, ഒരാളെ വേണം. ഒരു ഹല്ലേലൂയ പറ. ഇന്നൊരു സെലക്ഷന്റെ പകലാ. ദൈവത്തിന് ഒരാളെ വേണം. തന്റെ ഇടത്തോടെ അപ്പ അത് ഞാനാന്ന് പറ, അത് ഞാനാന്ന് പറ. വിട്ടുകൊടുക്കത്തില്ലെന്ന് പറ. അത് ഞാനാ പണിയുന്നത്, ഞാനായിരിക്കുന്നത്, എന്റെ കുഞ്ഞായിരിക്കുന്നത്, എന്റെ തലമുറയായിരിക്കുന്നത്, എന്റെ സഭക്കകത്തുനിന്നായിരിക്കും. ആമേൻ, ആമേൻ. പണിയാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്ന മനുഷ്യൻ. ഹല്ലേലൂയ. ശബനഗടഗജഗലാരഗടഗദല റിബൽ പൗഡബൽ ഘടകക്ഷനാദല. മോനെ, യെഹെസ്കേൽ 22:30 വാക്യമാ തോന്നുന്നു. ഒന്നിട്ട് മോനെ, യെഹെസ്കേൽ 22:30 വേദവാക്യം പ്ലീസ് ഒന്ന് നോക്കിക്കേ. താങ്ക് യു ജീസസ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി, അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ, എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന്, ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു. ആരാ മക്കളെ ഒന്ന് പറഞ്ഞേ. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാൻ ആരെ അന്വേഷിച്ചു? ഒരു പുരുഷനെ അന്വേഷിച്ചു. ഈ കർത്തൃപകൽക്കാലം ദൈവം ചിലരെ അന്വേഷിക്കുക. പുറകെ നിൽക്കുന്ന ആ താടി വെച്ച മോനെ, ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ മോനെ? ഇല്ല, ഒന്നിങ്ങ് വന്നേ. ഷാന, ദൈവം നിന്നെ അന്വേഷിക്കുക. ഓ, എനിക്കറിയാം, ഞാനൊരു ആദ്യമായിട്ട് കാണും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഈ മെസ്സേജ് എൻ്റെ ഉള്ളിൽ തിളച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞത്, ദൈവം എന്നോടൊരു കാര്യം അരുളപ്പാട് തന്നിട്ടുണ്ട്, ദൈവം എന്നോടൊരു കാര്യം ഇടപെട്ടിട്ടുണ്ട്. ദൈവം ഒരു മനുഷ്യനെ അന്വേഷിക്കുന്നു. എങ്ങനെയുള്ള മനുഷ്യൻ? പണിയാൻ എഴുന്നേൽക്കുന്ന ഒരു മനുഷ്യൻ. ദേശത്തെ ഇടിവി നിൽക്കേണ്ടതിന്, ദേശത്തിന് മതിൽ കെട്ടേണ്ടതിന് ദൈവം ഒരാളെ അന്വേഷിച്ചു. കണ്ടില്ല താനും. പക്ഷെ ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, ഇതിനകത്ത് ദൈവം ചിലതിന് ഈ പകൽ കാണട്ടെ. ആരാണ് ആ ഒരുവൻ? പറ, ആരാണ് ആ ഒരുവൻ? ഞാനാണ്. നിങ്ങൾ ഒരാള് എഴുന്നേക്കാതെ, ദൈവം കണ്ട ഒരു മനുഷ്യൻ എഴുന്നേക്കാതെ ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യില്ല. പറയാൻ പറ്റുമോ? ഞാൻ ഒന്ന് കൂട്ടിച്ചേർത്തോട്ടെ. പ്രവാചകൻ അഭിഷേക തൈലം മാറ്റി വെച്ചിട്ട് കയ്യും കെട്ടി കാത്തിരിക്കുന്നു. ഈശായി ചോദിച്ചു, എന്റെ മക്കളെ എല്ലാം കൊണ്ടുവന്നല്ലോ, എന്റെ വീട്ടിലെ എല്ലാ മക്കളെയും നിന്റെ മുമ്പിൽ കൊണ്ടുവന്നല്ലോ, എന്നിട്ടും എന്താ ഇത് അനങ്ങാത്തത്? യെശയ്യായുടെ മറുപടി, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനി ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞുണ്ട്, ഒരുത്തനുണ്ട്, അവനങ്ങ് കാട്ടില്ല. പ്രവാചകന്റെ മറുപടി,
അവൻ വന്നിട്ടല്ലാതെ, ആ ഒരുവൻ വന്നിട്ടല്ലാതെ, ദൈവം കണ്ട ഒരുവൻ വന്നിട്ടല്ലാതെ, ദൈവം ലക്ഷ്യം വെച്ച ഒരുവൻ വന്നിട്ടല്ലാതെ. അതിന്റെ അർത്ഥം ആ ഒരുവൻ നിങ്ങളാ മക്കളെ, ആ ഒരുവൻ നിങ്ങളാ, ആ ഒരുവൻ നിങ്ങളാണ്. നിങ്ങൾ വന്നിട്ടല്ലാതെ ദൈവം ഒരു കാര്യം ചെയ്യില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? നിങ്ങൾ വരാതെ, ദൈവം കണ്ട മനുഷ്യൻ എഴുന്നേൽക്കാതെ ദൈവം ഒരു കാര്യം ചെയ്യില്ല. അത്ര മനസ്സിലായോ? ഇനി അടുത്തൊരു കാര്യം പറയാം, ശ്രദ്ധിച്ചേക്കണേ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആരംഭത്തിൽ മഴയില്ലായിരുന്നു. എന്തില്ലായിരുന്നു? മഴയില്ലായിരുന്നു. പിന്നെ എങ്ങനെയാ സസ്യങ്ങൾ വളർന്നുകൊണ്ടിരുന്നേ? മഞ്ഞു പൊങ്ങും, നിലത്തുനിന്ന് മഞ്ഞു പൊങ്ങിയിട്ട് സസ്യങ്ങൾ വിളയിച്ചിരുന്നു. മഴയില്ലായിരുന്നു. എന്റെ ചോദ്യം, ഉൽപ്പത്തി 2:5, എന്താ അപ്പച്ച മഴ പെയ്യിക്കാഞ്ഞേ? വായിക്ക്. എന്തുകൊണ്ട് മഴ പെയ്യിക്കാഞ്ഞേ? വേഗം വായിച്ചോ. എന്താ മഴ യഹോവയായ ദൈവം ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. ദൈവം പെയ്യിച്ചില്ല. കാരണം പറ. നിലത്ത് വേല ചെയ്യുവാൻ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. മഴ പെയ്യിക്കാഞ്ഞ എന്താണെന്നറിയോ? മഴ പെയ്യിച്ചാൽ വേല ചെയ്യാൻ ഒരുവൻ ഉണ്ടാകണം. അതുകൊണ്ടാ ദൈവം പെയ്യിക്കാഞ്ഞത്. ഒരുവൻ എഴുന്നേറ്റാ ദൈവം പെയ്യിക്കും. ഒരുവൻ വേല ചെയ്യാൻ എഴുന്നേറ്റാൽ വൻമഴ ദൈവം പെയ്യിക്കും. മുൻമഴയും പിൻമഴയും പെയ്യിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. ആത്മാവ് ഞാൻ പറയുന്നു, ഭാരതം ഉറ്റുനോക്കുന്ന, ഭാരതം പിടിക്കപ്പെടുന്ന ഒരാത്മാവിന്റെ പിന്മഴ ദൈവം പെയ്യിക്കാൻ ദൈവം ശക്തനാണ്. പക്ഷെ ദൈവം പറയുന്നു, ഒരുവൻ എഴുന്നേക്കട്ടെ.